ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് ഷെയ്ഡിംഗ് ആണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ട്, അതായത് ഔട്ട്ലൈൻ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രിഡ് ലൈൻസ് ഇടുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗ്രിഡ് ലൈൻസ് വരയ്ക്കാൻ അറിയത്തില്ല ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ മിക്കവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ എത്ര സെൻറ്റിമീറ്റർ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ 2 സെൻറ്റിമീറ്ററാണ് എടുക്കാറ്. അത് ഞാൻ ഓരോ വീഡിയോയ്ക്കൊന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. നിങ്ങളത് കാണുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്നില്ലായിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടാവുമെന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുമെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ 2 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് എന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് അല്ലെങ്കിൽ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ വേണ്ടി ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഓരോ വീഡിയോസ്, അതായത് നമ്മളിപ്പം എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടുന്നുണ്ട്. അത് ഓരോന്നും കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മിക്കവർക്കും ഡ്രോയിങ് ഇപ്പം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം മിക്കവരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമാണ്. മിക്കവരും പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരാഴ്ച വരച്ചിട്ട് പിന്നെ 2 ആഴ്ച വരയ്ക്കത്തില്ല, അല്ലെങ്കിൽ 1 മാസം വരച്ചിട്ട് പിന്നെ ഒരു 4 മാസം വരയ്ക്കത്തില്ല. ആ രീതിയിലാണ് പോകുന്നത്. ഡ്രോയിങ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. ഡെയിലി ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഫോട്ടോസൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യാണ്ട് ആദ്യം ഈസി ആയിട്ടുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്താൽ മതി. അതായത് ഇപ്പം ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാണ്ട് നിങ്ങൾ ഒരു ഫേസിൽ ഓരോ പാർട്ടും വരച്ച് പഠിക്കുക. അതായത് കണ്ണ്, മൂക്ക്, ചെവി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് വരച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് ഒറ്റ ഇതായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ രീതിയിൽ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ലൈൻ മാത്രമായിട്ട് ഫേസിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഫേസ് ഷെയ്ഡിങ് ആണെങ്കിലും നിങ്ങൾ ഷെയ്ഡിങ് ആദ്യം പ്രാക്ടീസ് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ ഹെയർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെയർ എങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്ക് പറയാറുണ്ട്. അപ്പം ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഹെയർ വരയ്ക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഷെയ്ഡിങ്ങൊക്കെയാണ് കൂടുതലും പിന്നീട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സമയം വേണ്ടി വരുന്ന കാര്യമാണ് ഹെയർ വരയ്ക്കുമ്പം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ ഉള്ള ഡാർക്ക്നെസ് ഉള്ള പെൻസിലൊക്കെ നിങ്ങൾ ഹെയർ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് പെൻസിൽ വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങൾ ഡ്രോയിങ് പഠിച്ച് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ റേറ്റ് കുറഞ്ഞ പെൻസിലൊക്കെ വാങ്ങി ഒന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഞാൻ പറയാറുണ്ട്, ആർട്ട്ലൈൻ്റെ പെൻസിൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം അതിൻ്റെ അകത്ത് എല്ലാ ഗ്രേഡുള്ള പെൻസിലാണ്. ഡാർക്ക്നെസ് കൂടിയും കുറഞ്ഞുള്ള പെൻസിലൊക്കെ ഉണ്ട് അതിനകത്തുണ്ട്. അപ്പം ആ ഒരു പെൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നോക്കാം. അതിന് വലിയ റേറ്റൊന്നും വരുന്നില്ല. അപ്പം ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആകുമ്പം ആ ഒരു പെൻസിലൊക്കെ നിങ്ങൾക്ക് മതിയാവും.
അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കൂടെ നിർത്തുവാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ഡ്രോയിങ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഓരോന്നും കണ്ടിട്ട് നേരത്തെ പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം.